നിന്നെ കൊല്ലാനാണ് ഞാനിപ്പോ വന്നത്. എന്തുകൊണ്ടും എന്റെ പോകരുത്. എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. എന്റെ ഒരു പരിചയപ്പെടൽ, അതിന്റെ പ്രതിപകാരം അവനെ കൊക്കയിലേക്ക് വലിച്ചെറിയുക, എന്നിട്ട് അവന്റെ സമ്പാദ്യം കൊണ്ട് കടന്നു കളയുക. അല്ല പട്ടി, പിന്നെ ഒരു ക്രിമിനലാ. സമ്മതിച്ചു. ഞാൻ പറയുന്നൊന്ന് കേൾക്കുക. തെറ്റ്. ഇവിടെ ഒന്ന് കയറിയപ്പോ തൊട്ട് ഞാൻ അനുഭവിക്കുന്ന വേദന എനിക്ക് മാത്രം അറിയൂ. വേദന? നീ കരുതിയ AC റൂമും സ്വിമ്മിംഗ് പൂളും കാറും ഒക്കെ ഉള്ള വീട് കാണാത്തപ്പോ നിനക്ക് തോന്നിയ വേദന ശരിയാ. പ്രതീക്ഷിച്ചതിൽ നേർ വിപരീതമാണ് ഇവിടുത്തെ സ്ഥിതി. കടത്തിൽ മുങ്ങി നിൽക്കുന്ന കുടുംബം, പ്രാരാബ്ദങ്ങൾക്കും സങ്കടങ്ങൾക്കും ഇടയിൽ കല്യാണപ്രായമെത്തിയ ഒരു അനിയത്തി. അനിയത്തിയോ? ആരുടെ? നിന്റെയോ അതോ എന്റെയോ? സ്വന്തം സഹോദരനെ കൊന്നിട്ട് അവന്റെ വേഷത്തിൽ ആ വീട്ടിൽ കയറിപ്പറ്റി, എന്നിട്ട് അവരെയും പറ്റിച്ച് ജീവിക്കുക. പാട്ടി ഒന്നുകളെ ഞാൻ കൊല്ലണമെന്ന് എനിക്കില്ലായിരുന്നു. എന്നെ പുറകിൽ നിന്നും കൊക്കയിലേക്ക് തള്ളിയിട്ടത് കൊല്ലാനല്ലെങ്കിൽ പിന്നെ എന്തിനാണ്? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആരും കൊന്നിട്ടില്ല. എനിക്കാരും കൊല്ലാനും കഴിയില്ല. നിനക്കറിയോ, ജീവിതത്തിൽ ആദ്യമായി ഞാൻ ചെയ്ത തെറ്റ് നിന്നോട് മാത്രമാണ്. ഒരു നിമിഷത്തെ ദുരാഗ്രഹം, നീ പറഞ്ഞ സ്വപ്നതുല്യമായ വീട്, അതിലെ സൗകര്യങ്ങൾ എല്ലാം എന്നെ വല്ലാതെ മോഹിപ്പിച്ചു. എന്റെ മനസ്സിൽ വേണ്ടാത്ത ചിന്തകൾ ഉണ്ടാക്കിയത് നിന്റെ വീമ്പുറച്ചിലുകളാ. ഒരു ദിവസം അങ്ങനെ ഒരിടത്ത് രാജകീയമായി കഴിയാൻ എനിക്ക് കൊതിയായി. എന്റെ പെട്ടിയുമായി നീ രക്ഷപ്പെട്ടു പോയെന്നാണ് ഞാൻ കരുതി. മുറിവേറ്റ ശരീരവുമായി ആശുപത്രി കിടക്കുമ്പോൾ കാലങ്ങൾക്ക് ശേഷം ഞാൻ കാണാൻ പോകുന്ന എന്റെ നാടിന്റെയും വീടിന്റെയും വീട്ടുകാരുടെയും ചിത്രങ്ങൾ മനസ്സിലിട്ട് മരണത്തെ അതിജീവിച്ച് ഞാൻ ഇവിടെ എത്തി. നിന്റെ തനിനിറ ഞാൻ പുറത്താക്കും. ആൾമാറാട്ടം നടത്തി ജീവിക്കുന്ന നിന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തൊലി പൊളിച്ച് ഞാൻ കാണിക്കും. മിണ്ടി പോകരുത്. ഞാൻ കാണിച്ചു തരാം ഈ രഘുരാമൻ ആരാണെന്ന് നിനക്ക് അപ്പം മനസ്സിലാകും. ഒന്ന് അമർത്തി തിരുമടി. പിടിച്ചോ. നീ പോയില്ലേ? നിന്റെ കണ്ണീരും കരച്ചിലൊന്നും സത്യമല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ? നുണ, ശുദ്ധ നുണ. പലിശ ചോദിക്കുമ്പോ ഒരു കരച്ചിലേ. നല്ല നിവൃത്തി ഉണ്ടെങ്കിൽ ഞാനാ പലിശ തരില്ലേ? നിവൃത്തി ഉണ്ടല്ലോ, അതല്ലേ ഞാൻ പലിശ മാത്രം ചോദിക്കുന്നത്. മുതലെനിക്ക് വേണ്ട. അതെ, ഒരുത്തനും കൂടി വന്നിരിക്കണോ? നീ പൊയ്ക്കോ. പിന്നെ ആ പലിശയുടെ കാര്യം മറക്കരുത്. ഞാൻ ആരുടെ കാര്യമാണോ ഈ പറഞ്ഞേ? ആ രഘുവിന്റെ കാര്യം അവൻ തെരഞ്ഞെടുത്തും വന്നിരിക്കുന്നു. ആര്? അത് പോയി കണ്ടുപിടിക്കൂടെ അവൻ ആരാണ്. നമുക്ക് ഉപകാരമുള്ള ഉരുപ്പടിയാണെങ്കിൽ പോയി തപ്പിയെടുത്തോണ്ട് വാ. ഇയാൾ പോ. ശരി. നീ തിരുമടി. നമ്മുടെ ആള് വന്നു. കുഴലോ? കുഴൽ പണം നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ? എനിക്ക് ആളെ മനസ്സിലായി. ഇങ്ങോട്ടുള്ള ആളെ കണ്ട എനിക്ക് അറിഞ്ഞൂടെ? മുല്ലമംഗലത്ത് നെറ്റിയിലെ എഴുതി വെച്ചേക്കാ. ആരാ? മനസ്സിലായില്ല. അമ്മേ, ഇത് ഞാൻ. അത് തന്നെ അമ്മ, എന്റെ സ്നേഹിതനാ, ഗൾഫിലുള്ളതാ. കുഴലേ, കുഴൽപ്പണം. ഞം. എന്താണ് വന്ന് വീഴ്ച നോക്കിക്കണത്? ഇത് എന്നെ വീട്, മുല്ലമംഗലം. വഴി കണ്ടുപിടിക്കാൻ വല്ലാതെ ബുദ്ധിമുട്ട്. അപ്പോഴേക്കും ഞാൻ കണ്ടുപിടിച്ചില്ലേ? അമ്മേ, ഞാൻ ഇവനെ പറ്റി എപ്പോഴും പറയാറില്ലേ? ക്ലോസ് ഫ്രണ്ടാ. നിനക്ക് ഇവരൊന്നും മനസ്സിലായില്ലേ? ഇത് മൂത്തേച്ചി. മൂത്തേച്ചിയുടെ ഭർത്താവാണിത് ലംബോദരൻ പിള്ളാലിയ. ചെമ്പകശ്ശേരി. അതെ. രണ്ടാമത്തത് കൊച്ചേച്ചി. കൊച്ചേച്ചിയുടെ ഭർത്താവാണ് അവിടെ കാറിന്റെ അടുത്ത് നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്വന്തം കാറാ. പിന്നെ ഇത് കരുണ. അമ്മ, ശ്രീദേവി അവിടെ പോയി. ഇത് അനിയത്തി ശ്രീദേവി. ശ്രീദേവി,
ഇത് ഗൾഫിലുള്ള എന്റെ ഫ്രണ്ടാ. ഏട്ടാ പ്രസാദം. നീ എന്റെ ചങ്ങാതിക്ക് പ്രസാദം കൊടുക്കണ്ടേ? എന്തൊന്ന് നോക്കി നിൽക്കണത്? എടുത്ത തൊട്. കുട്ടിയുടെ പേരെന്താ? വിഷ്ണു. നാടെവിടെയാ? കോട്ടപ്പുറം. കോട്ടപ്പുറത്ത് എവിടെ? ഞാൻ കുറച്ചു കാലം കോട്ടപ്പുറത്തുണ്ടായിരുന്നു. ഞാൻ അറിയാത്ത ആൾക്കാരില്ല അവിടെ. ചേട്ടനായിരുന്നു കോട്ടപ്പുറത്തല്ലായിരുന്നു, കട്ടപ്പുറത്തായിരുന്നു. ഇല്ല, കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട് പരിചയപ്പെടുത്താൻ. വാ, അത്തേക്കോ, ഞാൻ ശരിയാക്കി അമ്മ കുറച്ച് ദിവസം കൂടെ ഉണ്ടാവും കേട്ടോ. എന്ത് കാണിക്കുന്നത്? സ്വന്തം വീട്ടിൽ ഞാൻ കുഴൽപ്പണക്കാരല്ലടാ. മകളെ മറ്റല്ലേ ഞാൻ പറയുന്നേക്ക്. നീ ഒന്നും പറയണ്ട, ഒക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ ഒരു കാര്യം, ഇപ്പൊ നീ ഇത് പറഞ്ഞാൽ ഈ വീട്ടിലുണ്ടാകാൻ പോകുന്ന ദുരന്തങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയോ? ഇത്രയും നാൾ ഇവിടെ ഇല്ലാതിരുന്ന മകൻ തിരിച്ചു വന്നപ്പോ ആ അമ്മയുടെയും പെങ്ങന്മാരുടെയും സന്തോഷം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. പെട്ടെന്ന് അതെല്ലാം കള്ളമാണെന്ന് അറിയുമ്പോ അവർക്കുണ്ടാവുന്ന ഷോക്ക്. പിന്നെ നീയാണ് രഘുരാമെന്ന് പറഞ്ഞ അവർ വിശ്വസിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പറ. പിന്നെ ഇവിടെ നടക്കുന്നത് കുറെ ആത്മഹത്യകളായിരിക്കും. രഘു, ഞാൻ പൊക്കോളാം, ഉടനെ പൊക്കോളാം. തൽക്കാലം നീ ഒന്ന് ക്ഷമിക്കുക പ്ലീസ്. കുഴല് മണ്ണാങ്കട്ട. തന്റെ വളഞ്ഞ ബുദ്ധി തോന്നുന്ന മണ്ടത്തരമൊന്നും ഇങ്ങോട്ട് എഴുന്നള്ളിക്കണ്ട. ഞാൻ കണ്ടതാ, ഒരു കള്ള ലക്ഷണ മുഖത്ത്. എല്ലാവരെയും തുറിച്ചു നോക്കുക. പക്ഷെ എന്നെ കണ്ടപ്പോ ആദ്യം ഒന്ന് ചിരിച്ചു, പിന്നെ തറപ്പിച്ചൊന്ന് നോക്കി. അതെ, തന്റെ സൗന്ദര്യം കണ്ടിട്ടായിരിക്കും. ചിലപ്പോ ആയിരിക്കും. അല്ല, ഇനിയിപ്പോ വല്ല അധോലോകവും ആയിരിക്കോ? എന്ത് അധോലോകത്തിന് ആരെങ്കിലും? ബോംബെ അല്ല, ഗോവ. ഒന്ന് പോടോ. ഇതെന്ത് സിനിമയും? ഏത് നരകത്തിൽ നിന്നാണെങ്കിലും കുഞ്ഞനന്തന് അവൻ എന്ത് കണ്ടിട്ടാ ഒരുത്തൻ ഇവിടെ കയറ്റി താമസിപ്പിച്ചിരിക്കണെന്ന് എനിക്ക് തീരെ മനസ്സിലാവണില്ല. ഗൾഫിലുള്ള കൂട്ടുകാരനാന്നല്ലേ പറഞ്ഞത്? ഇയാള് കുഴൽപ്പണത്തിന്റെ ഇടപാടുകാരനത്രേ. എന്റെ ഈശ്വര, ആ കുട്ടിയെ കണ്ട അങ്ങനെയൊന്നും തോന്നില്ല. അമ്മയ്ക്ക് അറിയാഞ്ഞിട്ടാ. അയാളെ കണ്ടാൽ തന്നെ ഒരു കള്ളക്കടത്തുകാരൻ ലക്ഷണം മുഖത്ത്. ആ, കനകയ്ക്ക് പറഞ്ഞ നേരാ. അയാളുടെ ആ പാട്ടും പതിങ്ങളുടെ നടപ്പും നോട്ടും ഒന്നും അത്ര പതിയല്ല. അങ്ങനത്തെ ഒരാളെ രഘു ഇവിടെ കയറ്റി താമസിപ്പിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഇവിടെ കല്യാണ നിശ്ചയം കഴിഞ്ഞൊരു പെണ്ണുണ്ടെന്നുള്ള വിചാരമില്ലാതെ ഊരും പേരും ഇല്ലാത്ത ഓരോരുത്തരെ കയറ്റി താമസിപ്പിച്ച നാട്ടുകാർ അതും ഇതൊക്കെ പറയും. കനകേച്ചി പറഞ്ഞതിലും കാര്യമില്ലാണ്ടൊന്നുമില്ല. എന്നാലും അയാൾ കുഴൽപ്പണം കൊണ്ടുവന്നിട്ടുണ്ടെങ്കില് രഘുവിന്റെ കയ്യിലത് കാണണ്ടേ? ഇനിയിപ്പോ ശ്രീദേവിയുടെ കല്യാണത്തിന് ഇതുവരെ ഇല്ലാത്ത ആർഭാടങ്ങളൊക്കെ ഉണ്ടാവും. നോക്കിക്കോ, കയ്യിലുള്ള കാശൊക്കെ തീരുകയും ചെയ്യും. പണ്ടത്തെ ബാധ്യതകൾ തീർക്കാൻ നോക്കാതെ ആർഭാടത്തിൽ കല്യാണം നടത്തിയോണ്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ഈ പിച്ചക്കണക്ക് പറയുന്നതേ ആ വന്നിരിക്കുന്ന കുട്ടി കേക്കണ്ട. രഘുവിനൂടെ നാണക്കേടാവും. കുട്ടി എന്താ ഇവിടെ? കുടിക്കാൻ കുറച്ച് വെള്ളമായിരുന്നു. ഇപ്പൊ തരാം. മനസ്സിലായി. എന്ത് മനസ്സിലായി? ഒക്കെ എനിക്കറിയാം. കുഴലല്ലേ ആണെങ്കിൽ എന്താ ഇപ്പൊ വേണ്ടത്? അല്ല, ഇവിടെ ഇങ്ങനെ കറങ്ങി തിരിയണോണ്ട് ചോദിച്ചതാ. എന്താ ഇവിടെ ഇങ്ങനെ കറങ്ങി തിരിയാൻ പാടില്ലെന്ന നിയമം വല്ലതും ഉണ്ടോ? ഇത് നന്നായി. മുല്ലമംഗലത്തിന്റെ മുറ്റത്ത് ഇങ്ങനെ കറങ്ങി നടന്നാലേ പിറങ്ങിയത് തന്നെ. മുല്ലമംഗലം എന്താ ഒരു സംശയം പോലെ? അല്ല, അപ്പൊ ഈ രഘുരാമന്റെ വീട്? ഏത് രഘുരാമൻ? മുല്ലമംഗലത്ത് ചന്ദ്രശേഖരൻ നായരുടെ മകൻ രഘുരാമൻ. ഓ, ആ മരിച്ചു എന്ന് കരുതിയ ചെക്കൻ. അതും മുല്ലമംഗലം തന്നെ. ഇത് ഒറിജിനൽ, അത് ഡ്യൂപ്ലി. മുമ്പ് ഇതായിരുന്നു രഘുരാമന്റെ ശരിയായ വീട്. അവന്റെ അച്ഛനും കുഞ്ഞനന്തൻ നായരും കൂട്ടുകച്ചവടക്കാരായിരുന്നു. അയാള് മരിച്ചപ്പോ കുഞ്ഞനന്തൻ നായരും എന്റെ ഇതെല്ലാം സ്വന്തമാക്കി. ഇതാരോടും പറയാൻ പാടില്ലാത്തതാ. എന്നാലും എനിക്കിത് ആരോടെങ്കിലും പറയാൻ മുട്ടിയിട്ട് വയ്യ. ഞാനും രഘുവിന്റെ അച്ഛന്റെ ചോറ് കുറെ തിന്നതാണ്.
കുറച്ച് ദിവസമല്ലോ കല്യാണത്തിന്. കുറി അടിക്കണ്ടേ? ക്ഷണിക്കാൻ തുടങ്ങണ്ടേ? വേണം. രഘു തന്നെ വേണമല്ലോ എല്ലാറ്റിനും ഓടി നടക്കാൻ. നമസ്കാരം. ഇതാരാന്ന് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായി, ഉറുപ്പ് മാഷല്ലേ? ആ, എന്നെ അറിയൂലേ? അതെന്ത് ചോദ്യം മാഷെ, എനിക്ക് മാഷ് മറക്കാൻ പറ്റുമോ? ഇത് രഘുവിന്റെ കൂട്ടുകാരനാ, അങ്ങ് ഗൾഫിലാ. രഘു എല്ലാ വിവരവും പറഞ്ഞിട്ടുണ്ടാവേ. ഓ, അത് ശരി. അപ്പോ ഗൾഫിൽ എന്നെ കുറിച്ചൊക്കെ അറിയൂലേ? ഇപ്പോ ശ്രീദേവിയുടെ കല്യാണം പ്രമാണിച്ചു വന്നത്? വിഷ്ണു ഇരിക്കെ, ഞാൻ ഇപ്പൊ വരാം. മാഷെ, എനിക്ക് മാഷിനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. എന്താ കാര്യം? പറയൂ. അതായത് ഞാൻ രഘു. മനസ്സിലായി, രഘുവിന്റെ കൂട്ടുകാരനല്ലേ? എന്താ കാര്യം? പറയൂ. മാഷോ? എപ്പോ വന്നു? ഇത് ഗൾഫിലുള്ള എന്റെ ഫ്രണ്ടാ. ആ, കുട്ടിക്ക് എന്തോ പറയാനുള്ളത് പറഞ്ഞല്ലോ. അത് ഞാൻ പിന്നെ അത് ഇതിന്റെ കല്യാണക്കാര്യത്തെ കുറിച്ചായിരിക്കും. ഓ, അതിനിപ്പോ ഇത്ര നാണിക്കാൻ എന്താ ഉള്ളത്? കണ്ടാലോ ഇവിടെ കല്യാണ പ്രായമായിന്ന്? നമ്മുടെ ആളിനെയല്ലേ? എന്താ പേര്? വിഷ്ണു. വിഷ്ണു ഭയങ്കര നാണക്കാരനാ. ഓ, ഭഗവാന്റെ പേരാണല്ലോ. ആ, അതെ, വഴിയുണ്ടാക്കാം. ആ, എന്നാ പിന്നെ ഞാൻ അറിഞ്ഞ. ആ. വേറെ വഴി കണ്ടില്ല. വേറെ വഴി ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മു,